വെൽക്കം ബാക്ക് ടു കേരള ടെക്സ്റ്റ് ബുക്ക്. ഈ ഒരു എക്സാമിന് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്? എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ഇത്. അപ്പോൾ ആർക്കൊക്കെയാണ് കൃത്യമായിട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് നമുക്ക് ഒന്ന് ക്ലാരിറ്റി വരുത്താം. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഹിന്ദു മതവിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികൾക്ക് മാത്രമാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതിനുപരിയായിട്ട് ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിൽ ഇന്ന ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെ ഓഫീസാണ്? ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിൽ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സഹകരണ മേഖലയിലോ സംസ്ഥാന സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളിലോ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായമോ ഗ്രാന്റോ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ റെഗുലർ ജീവനക്കാർ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ഈ വ്യവസ്ഥ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിലെ പാർട്ട് ടൈം ജീവനക്കാർക്ക്, താൽക്കാലിക ജീവനക്കാർക്ക് ബാധകമല്ല. പാർട്ട് ടൈം ജീവനക്കാർക്കോ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാർക്കോ ഈ ഒരു കണ്ടീഷൻ ബാധകമല്ല. പക്ഷെ റെഗുലർ എംപ്ലോയീസ് ആണെങ്കിൽ, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും ധനസഹായമോ ഗ്രാന്റോ ലഭിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കുടുംബാംഗമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിൽ ആരും ആദായ നികുതി നൽകുന്ന അംഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആദായ നികുതി നൽകുന്ന അംഗങ്ങൾ ഉള്ളവർക്കും കുടുംബത്തിന്റെ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിൽ 1 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കരുത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ഏക്കറിൽ കൂടുതൽ ഭൂമി കുടുംബത്തിനുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത്, ഇന്ന ഓഫീസസിൽ, സർക്കാർ ഓഫീസസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇൻകം ടാക്സ്, ആദായ നികുതി നൽകുന്ന ആരെങ്കിലും കുടുംബ അംഗമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 1 ഏക്കറിൽ കൂടുതൽ ഭൂമി കുടുംബത്തിനുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 25,000 രൂപയിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ, ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിന്റെ മാസവരുമാനം എല്ലാവിധ സ്രോതസ്സിൽ നിന്നുമായി 25,000 രൂപയിൽ കവിയരുത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ സ്രോതസ്സിൽ നിന്നുമായ കുടുംബത്തിന്റെ മാസവരുമാനം 25,000 രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കുടുംബ വരുമാനം 25,000 രൂപയിൽ കൂടാൻ പാടില്ല. കുടുംബത്തിന് 1 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാവാൻ പാടില്ല. കുടുംബത്തിൽ ഒരു അംഗവും ആദായ നികുതി അടയ്ക്കാനും പാടില്ല, അല്ലെങ്കിൽ ഒരു കേന്ദ്ര സംസ്ഥാന സ്ഥാപനത്തിൽ റെഗുലർ എംപ്ലോയി ആയിരിക്കാനും പാടില്ല എന്ന് പറയുമ്പോൾ, കുടുംബം എന്ന് പറയുന്നത് ആരൊക്കെ ഉൾപ്പെടുത്തിയാണ് എന്നും നമുക്ക് വൃത്തിയായിട്ട് നോട്ടിഫിക്കേഷനിൽ കാണാം. ഉദ്യോഗാർത്ഥിയുടെ കുടുംബം എന്നാൽ സംവരണ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറീസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ആളുടെ മാതാപിതാക്കൾ, പേരൻസ്, ആളുടെ ഭാര്യയോ ഭർത്താവോ, അതുപോലെ 18 വയസ്സ് പൂർത്തിയാകാത്ത മകളോ മകനോ, അതുപോലെ സഹോദരങ്ങൾ എന്നിവർ ഉൾപ്പെടുന്നതാണ് കുടുംബം എന്ന് കൂടി ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാം. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു പോവുകയാണ്, 25,000 രൂപയിൽ കൂടുതൽ മാസവരുമാനം കുടുംബത്തിന് ഉണ്ടാവാൻ പാടില്ല. 1 ഏക്കറിൽ കൂടുതൽ ഭൂമി കുടുംബത്തിന്റെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. ആദായ നികുതി അടയ്ക്കുന്ന ഒരു അംഗവും പാടില്ല. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്ന അംഗങ്ങൾ, റെഗുലർ എംപ്ലോയീസും കുടുംബത്തിൽ ഉണ്ടാവാൻ പാടില്ല ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കേരള ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ ഒഴിവുകളൊക്കെ കൂടാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് എവിടെ നിന്നാണ് എന്നറിയാലോ, www.kdrb.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കൂടെ ഓൺലൈനായിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, നമ്മുടെ ഡിഗ്രി പ്രിലിംസും ഡിഗ്രി മെയിൻസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കേരള ടെക്സ്റ്റ് ബുക്കിന്റെ ആപ്പിൽ കയറിയിട്ട്, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആപ്പിൽ പ്ലേ സ്റ്റോറിൽ നോക്കേണ്ടത്. അപ്പോൾ അതിന്റെ ആപ്പിൽ കയറിയിട്ട്
അതിനകത്ത് നമുക്ക് കേരള PSC എന്ന് അടിച്ചാൽ നമ്മുടെ PSCയുടെ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും ഈ ദേവസ്വം ബോർഡ് എക്സാം ഉൾപ്പെടെ എല്ലാ എക്സാംസിൻ്റെയും GK മാത്രമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോഴ്സസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കോഴ്സൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കോഴ്സൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെ സ്പെഷ്യൽ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയിക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഡൗട്ട്സ്. ആൻഡ് ടിൽ വി മീറ്റ് ഈച്ച് അതർ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് കീപ് വാച്ചിങ് കേരള ടെക്സ്റ്റ് ബുക്ക്.